ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾക്കൊക്കെ കവിത ഇഷ്ടമാണല്ലോ അല്ലേ? കവിത ഇഷ്ടമാണോ? ആണ്. ഒരു വ്ളോഗ് എഴുത്തുകാരൻ ഒരു വ്ളോഗിൽ കുറിച്ച മനോഹരമായ ഒരു കവിത, അത് പെണ്ണിനെ കുറിച്ചുള്ള കവിത ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെയാണ്. പെണ്ണെന്താണെന്നാ കവിത പറയുന്നത്. 1000 അർത്ഥഭേദങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒറ്റവരി കവിതയാണ് പെണ്ണ്. 1000 അർത്ഥഭേദങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒറ്റവരി കവിതയുടെ പേരാണ് പെണ്ണ്. അപ്പോൾ ഓരോ പെണ്ണും ഒറ്റവരി കവിതയാണ്. പക്ഷേ അതിനെന്തുണ്ട്? 1000 അർത്ഥമുണ്ട് അല്ലേ? അപ്പം സ്ത്രീകളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കാലയളവിൽ സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങൾ, ഇപ്പുറത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന, പുതിയ കാലത്തിൽ അനുഭവിക്കുന്ന നന്മകൾ, ഇതെല്ലാം നമുക്ക് ഹൃദയത്തിലൊന്ന് ഓർക്കാം. നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹൈഡ് ആൻഡ് സീക്ക്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്ക്കറ്റ്. ഇതാണ് കുഴപ്പം. ഈ കാലത്തിന്റെ മാറ്റം. ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചുകളി അല്ലേ? ഇപ്പൊ ഈ കൊച്ചുമക്കളെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് കേട്ട പെട്ടെന്ന് വരുന്നത് എന്താ? ബിസ്ക്കറ്റാ വരുന്നത്. അപ്പൊ നിശ്ചയമായിട്ട് ഈ ഒളിച്ചുകളി, അന്തപുരത്തിൽ നിന്ന് അരങ്ങത്തേക്കോ അരങ്ങത്ത് നിന്ന് അന്തപുരത്തിലേക്കോ ഇങ്ങനെ ഒളിച്ചു കളിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ പെണ്ണിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വ്യാഖ്യാനം എന്താണ്? അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, പെണ്ണിനെ ഭംഗിയായി വ്യാഖ്യാനിച്ചിരിക്കുന്ന ആരാന്നറിയാമോ? ശലോമോൻ. ശലോമോൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ശലോമോൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? സമാധാനമുള്ള മനുഷ്യൻ അല്ലേ? സമാധാനമുള്ള മനുഷ്യൻ. എത്ര സ്ത്രീകൾക്കൊപ്പം കഴിഞ്ഞൊരു മനുഷ്യന് എന്തുണ്ടായിരുന്നെന്നാ പറഞ്ഞ്? സമാധാനം. അപ്പൊ നിശ്ചയമായിട്ടും സ്ത്രീയെ മനസ്സിലാക്കിയ മനുഷ്യനായതുകൊണ്ടാണ് ആ മനുഷ്യൻ എന്ത് കിട്ടിയത്? സമാധാനം കിട്ടിയത്. അപ്പൊ ആള് ചെറിയ പുള്ളിയൊന്നുമല്ല, വലിയ ആളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശലോമോൻ സ്ത്രീയെ പറ്റി പറയുന്ന ചില സങ്കല്പങ്ങളാണ് ഇന്ന് നിങ്ങൾക്കൊപ്പം ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ മറ്റ് ജോലികളൊന്നും ഇല്ലാത്ത സ്ത്രീകളോട് ജോലി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയുന്നത് എന്താ? ഹൗസ് വൈഫ് എന്നാ പറയുന്നത് അല്ലേ? കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു പദം ഉപയോഗിക്കുമല്ലോ ഇപ്പോഴ്. ഹോം മേക്കർ അല്ലേ? ഹോം മേക്കർ, വീട് പണിയുന്നവൾ, വീട് രൂപപ്പെടുത്തുന്നവൾ. ഈ പദം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാന്നറിയോ? ഇത് പുതിയ കാലഘട്ടത്തിന്റെ പദമൊന്നും അല്ല. നമ്മളിപ്പോ പുതിയ കാലമാണ്, സ്ത്രീയെ ഹോം മേക്കർ എന്ന് വിശേഷിപ്പിക്കണം, ആധുനിക ചിന്തകന്മാരൊക്കെ അതാണ് എന്ന് പറയുമ്പോ പോലും ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചാരെന്നറിയാമോ? ശലോമോനാ. എന്താ ശലോമോൻ ഉപയോഗിക്കുന്നത്? അതായത് സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 1-ാം വാക്യം എന്താ ഇവിടെ പറയുന്നേ? ജ്ഞാനമായവൾ തനിക്ക് വീട് പണിതു, പോഷത്വമായവളോ സ്വന്തം കൈകളാൽ പൊളിച്ചു കഴിയും. അപ്പം ഒരു വീട് പണിയുന്നത് ആരാണ്? ഹോം മേക്കർ ആരാണ്? സ്ത്രീയാണ്. പക്ഷെ പണി നമ്മളോട് ഇറക്കിയാൽ പൊളിച്ചടുക്കുന്നതും ആരാണ്? സ്ത്രീയാണ്. അപ്പൊ വീട് പണിയാനും നമുക്കറിയാം, പണി നമ്മളോട് ഇറക്കിയാൽ പൊളിച്ചെടുക്കാനും അറിയാം. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കിക്കുക, ഹോം മേക്കർ എന്ന് പറയുന്ന പദം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ശലോമോനാണ്. അതുകൊണ്ടാ ഷീസ് ഇൻഡസ്ട്രിയസ്, അധ്വാനിക്കുന്നവളാണ്. ആര്? സ്ത്രീ. നമുക്കറിയാം, ഒരു വീട്ടില് ആദ്യം ഉണരുന്ന ആരാ? സ്ത്രീയാ അല്ലേ? ഏറ്റവും അവസാനം കിടക്കാൻ പോകുന്ന ആരാ? സ്ത്രീ. അത്ര നമുക്കറിയാം, ഈ അവസാനത്തെ പാത്രം കഴുകുമ്പം ഇച്ചിരി ശബ്ദമൊക്കെ നമ്മൾ ഉണ്ടാക്കും അല്ലേ? ഉണ്ടാക്കത്തില്ലേ? എന്താ കാര്യം? എന്താ? ദേഷ്യം, ടെൻഷൻ. പിന്നെ കൂടിരുന്നാൾ അവിടെ പോയി ഇരുന്ന് ഒന്ന് ഇത്രയും നേരത്തെ പണി ഒന്ന്
മനസ്സിലാക്കാതെ അവിടെ പോയി കിടന്ന് കൂർക്കം വലിക്കുന്നു. അപ്പൊ നിശ്ചയമായിട്ട് നമ്മൾ എന്തുണ്ടാക്കും? ലാസ്റ്റ് പാത്രം കഴിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാകും. ഇതൊക്കെ അത് കഴിയുമ്പോൾ ഒരു ആശ്വാസം, ഒരു ടെൻഷൻ വിമോചനം, കഥാസിസ് എന്നൊക്കെ പറയുമല്ലോ, ഇത് ഇമോഷണൽ ഡിസ്ചാർജ്. ഇത് കഴിഞ്ഞിട്ട് പോയി കിടക്കും, പാത്രമൊക്കെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, അല്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കൊരു പുതിയ നിയമം ഇന്ത്യ രാജ്യത്ത് വരാൻ പോവാ. ഇനി മുതൽ മറ്റു ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭർത്താവ് എന്തു കൊടുക്കണം? ശമ്പളം കൊടുക്കണം. പരസ്യം ടി വിയിൽ കണ്ടിട്ടുണ്ടോ? നമുക്കറിയാം, ഒരമ്മച്ചി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക, വടിയൊക്കെ പിടിച്ച് എഴുന്നേക്കാൻ വയ്യാതെ. അടുത്ത് കൊച്ചുമോൻ നിപ്പുണ്ട്. കൊച്ചുമോൻ എന്ത് കഴിച്ചോണ്ട് നിൽക്കുക? 5 സ്റ്റാർ. ഇങ്ങനെ അവനിങ്ങനെ മതിമറന്ന് നിൽക്കുക. അന്നേരമാണ് ഈ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വടി അങ്ങ് താഴെ പോയി. അമ്മച്ചി മോനോട് പറഞ്ഞു, മോനെ ഒന്നെടുത്തു തരാവോ? പക്ഷെ അവൻ രുചിയിൽ മയങ്ങിയത് കൊണ്ട് അത് അനുസരിച്ചില്ല. പതുക്കെ ഈ അമ്മച്ചി കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് മുമ്പോട്ട് ചെന്ന് ഈ താഴെ വീണ വടി എടുക്കുമ്പോൾ അമ്മച്ചി ഇരുന്ന സ്ഥലത്ത് ഒരു 5-6 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ വെയിറ്റ് വന്ന് താഴെ വീഴും. ആശ്വാസത്തോടെ അമ്മച്ചി ആ കൊച്ചുമോന്റെ മുഖത്തോട്ട് നോക്കുക. കാരണം കൊച്ചുമോൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ആരും രക്ഷപ്പെട്ടെ. അമ്മച്ചി ഉടനെ എഴുതി കാണിക്കുന്നുണ്ട്, ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ഇതാണ് പുതിയ കാലത്തിന്റെ മുദ്രാവാക്യം. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. നീ ചുമ്മാ കുത്തിയിരുന്ന് ഉറങ്ങിക്കോ. പുതിയ കാലത്തിന്റെ ഒരു എങ്ങനെ നമുക്ക് അലസന്മാരാകാം, അവിടെയാണ് ഒരു സ്ത്രീയെ ശലോമോൻ അവതരിപ്പിക്കുന്നത്. ഷീസ് ഇൻഡസ്ട്രിയസ്, അധ്വാനമതിയാണ്. ഒരു വീട് പണിയണമെങ്കിൽ നമ്മൾ ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ എങ്കിൽ വീട് പണിയേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ ശലോമോൻ പറയുന്നുണ്ട്. എന്താണ്? ജ്ഞാനം. എന്താ ഈ ജ്ഞാനം? സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? യഹോവാ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. എപ്പോഴാണ് ഈ ഭക്തി തുടങ്ങുന്നത്? ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്, അല്ലേ? ദൈവസ്നേഹം. നമുക്കറിയാം ദൈവം ആരാണ്. ഇന്ന് നമ്മൾ SMS അയക്കുമ്പോൾ ആരെങ്കിലും മുകളിൽ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞ് SMS അയക്കൂ? ഇല്ല. വാട്സപ്പ് മെസ്സേജിന്റെ മുകളിൽ ഗോഡ് ഈസ് ലവ് എന്ന് എഴുതൂ? ഇല്ല. പണ്ട് നമ്മൾ ഒരു കത്ത് എഴുതുമ്പോൾ അതിന്റെ മുകളിൽ എഴുതുന്ന എന്താ? ഗോഡ് ഈസ് ലവ്. അത് എങ്ങനെയുള്ള കത്തായാലും അതിന്റെ മുകളിൽ നമ്മളൊന്ന് കുറിച്ചു വെക്കുക. ദൈവം ആരാ? സ്നേഹം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണം. ഈ സ്നേഹമെന്ന് പറഞ്ഞ പദം ഉണ്ടല്ലോ, സ്നേഹമെന്ന് പറഞ്ഞ പദം, അത് ഒരു സംസ്കൃത റൂട്ട് വെർബുണ്ട്, സ്നേഹം എന്ന് പറയുന്ന റൂട്ട് വെർബിൽ നിന്ന് ആ സ്നേഹം, അതിനൊരർത്ഥം കൂടിയുണ്ട്, എണ്ണ അഥവാ ഓയിൽ. എണ്ണ എന്താ? ഓയിൽ. എണ്ണ അഥവാ ഓയിൽ, എണ്ണ. അപ്പൊ സ്നേഹവും എണ്ണയും തമ്മിൽ പദപരമായി ഒരു ബന്ധമുണ്ട്. നമുക്കറിയാം, നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന എവിടെ? എണ്ണ ഉപയോഗിക്കുന്ന എവിടൊക്കെയാ? എവിടെ? ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? അടുക്കളയിൽ നിന്ന് തുടങ്ങാം, അല്ലേ? പാചകം ചെയ്യുമ്പം എണ്ണ. എന്തിനാ ഈ പാചകം ചെയ്യുമ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത്? രുചി വേണോ? പിന്നെ കൊളസ്ട്രോൾ തുടങ്ങുമ്പോഴേ നമുക്ക് എന്ത് വേണ്ടെന്ന് പറയുന്നത്? രുചി വേണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അന്നേരം എണ്ണ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. അപ്പൊ അടുക്കളയിൽ രുചി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? എണ്ണ ഉപയോഗിക്കും. രണ്ടാമത് എണ്ണ എവിടെ ഉപയോഗിക്കും? വിളക്കിൽ എണ്ണ ഉപയോഗിക്കും, അല്ലേ? വിളക്ക് എന്തിനു വേണ്ടിയാ? തെളിയിക്കാൻ വേണ്ടി, അല്ലേ? വെളിച്ചം കിട്ടാൻ വേണ്ടി എന്തുപയോഗിക്കും? എണ്ണ ഉപയോഗിക്കും. പിന്നെ എണ്ണ ഉപയോഗിക്കുന്ന എവിടെ? വാഹനങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കും? ഇവിടെ സൂചിപ്പിച്ച പോലെ എണ്ണ ഉപയോഗിക്കും. വാഹനത്തിൽ എണ്ണ ഉപയോഗിച്ചെങ്കിലേ വണ്ടി എന്ത് ചെയ്യത്തുള്ളൂ? ഓടത്തുള്ളൂ. ഇനി യന്ത്രങ്ങളിൽ എന്തുപയോഗിക്കും? എണ്ണ ഉപയോഗിക്കും. എന്തിനാ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ എവിടെ ഉപയോഗിക്കും? തലയിൽ. ഇപ്പൊ എനിക്കൊന്ന് പൊതുവെ തലയിൽ എണ്ണ പുരട്ടുന്ന ഒരെണ്ണം കുറവാ. തലയിൽ എണ്ണ പുരട്ടുന്ന എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ തലയിൽ എണ്ണ പുരട്ടുന്ന? എന്തിനു വേണ്ടിയാ? തലയ്ക്ക് വെളിവും തണുപ്പും ഒക്കെ കിട്ടാൻ. അതുകൊണ്ട് ഈ എണ്ണ പുരട്ടാത്തവർക്ക് എന്ത് കുറവാണെന്നറിയാവോ? വെളിവ് കുറവാ. അവസാനം വെളിവ് തെറ്റുമ്പോൾ ആൾക്കാർ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകും. അന്നേരം തലയിൽ എന്ത് വെക്കും?
തളം വെക്കും, ഇല്ലയോ? എന്തോ തളം വെക്കുന്നേ? നെല്ലിക്കാത്തളം. എന്താണെന്നറിയാവോ? കഴിഞ്ഞ 40 വർഷമായിട്ട് തലയെ പുരട്ടാതിരുന്ന മുഴുവൻ എണ്ണയും കൂടെ ഒരാഴ്ച കൊണ്ട് എവിടെ ഒഴിക്കുക? കഴിഞ്ഞ 30-40 വർഷമായിട്ട് തലയെ ഒഴിക്കാതിരുന്ന എണ്ണ മൊത്തവും ഈ 2 ആഴ്ച കൊണ്ട് തലയിൽ ഒഴിക്കുമ്പോൾ എന്ത് കിട്ടും? അങ്ങോട്ട് പോകുമ്പോൾ വെളിവില്ലായിരുന്നു, തിരിച്ചു വരുമ്പോൾ എന്തുണ്ടായി? വെളിവുണ്ടായി. അപ്പൊ വെളിവ് കിട്ടാൻ വേണ്ടിയ തലയിൽ എന്ത് ഉപയോഗിക്കുന്നേ? എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം എണ്ണ എവിടെയാ? എണ്ണയും സ്നേഹവും തമ്മിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാം, സ്നേഹം എവിടെയുണ്ട് അത്തരം ജീവിതങ്ങൾക്ക് രുചി ഉണ്ടാകും. അടുക്കളയിൽ എണ്ണ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാ? രുചി കൂട്ടാൻ വേണ്ടിയാണെങ്കിൽ സ്നേഹം എവിടെയുണ്ട് അത്തരം ജീവിതങ്ങൾക്ക് എന്തുണ്ടാകും? രുചിയുള്ള ജീവിതം ഉണ്ടാകും. 2, തെളിച്ചമുള്ള ജീവിതം ഉണ്ടാകും. എണ്ണ വിളക്കിൽ ഒഴിക്കുമ്പോൾ തെളിച്ചമുണ്ടാകുന്ന പോലെ തെളിച്ചമുള്ള ജീവിതം ഉണ്ടാകും. 3, ഇന്ന് പല കുടുംബങ്ങളും കല്യാണം കഴിക്കുന്നതും കാണാം, എന്ത് ചെയ്യുന്നതും കാണാം. ഡൈവോഴ്സ്, മൈലേജ് ഇല്ല, ഇല്ലേ? അതാണ്ട് ഇപ്പൊ പഴയ അമ്മച്ചിമാരൊക്കെ ചോദിച്ചേതാണ്ട് ഇപ്പോഴും എത്ര മൈലേജ് കിട്ടും? 87 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 50 കിലോമീറ്റർ, ഇങ്ങനെ ഒരു മൈലേജ് കിട്ടി തന്നെയാ പോകുന്നത്. ഇന്നിപ്പോ നമ്മൾ വണ്ടി എടുക്കാൻ നേരം ആദ്യം നോക്കുന്ന പെട്രോളിന് വില കൂടുതലായിട്ട് എന്ത് നോക്കും? മൈലേജ് നോക്കും. ഇന്നത്തെ കുടുംബങ്ങൾക്ക് എന്തില്ല? മൈലേജ് ഇല്ല. കിതച്ചൊക്കെയാ പലതും പോന്നെ, അല്ലേ? ഇടിച്ചു നിൽക്കുന്നു, പോകുന്നില്ല. കാരണം എന്തറിയാവോ? കല്യാണത്തിന് ചൊല്ലുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്നേഹമാകുന്ന ഇവരെ സ്നേഹമാകുന്ന കല്യാണം കഴിച്ചവരൊന്ന് കൈ നോക്കിയേ. ചിലൊക്കെ 2 കൈ നോക്കി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കറിയാം, കേട്ടിട്ടില്ലയോ? സ്നേഹമാകുന്ന ഇതെന്താ കാര്യം എന്നറിയോ? നമ്മള് കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വിട്ടേര്, കാരണം ടെൻഷൻ അല്ലയോ. അന്ന് പ്രാർത്ഥനയൊന്നും കേൾക്കത്തില്ല. പക്ഷേ എത്രയോ കല്യാണത്തിന് പോയിട്ടുണ്ട്. നമ്മൾ ഡയറി എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര കല്യാണം ഉണ്ട് കഴിഞ്ഞു, അല്ലേ? ഈ കല്യാണത്തിനൊക്കെ പോയി നിന്ന് കഴിഞ്ഞാല് നമ്മുടെ മനസ്സിങ്ങനെ കിടന്ന് വിരാജിക്കുന്ന എവിടെ? ആരാധനയിലാണോ? ഓഡിറ്റോറിയത്തിലാണോ? ആരാധന വിരാജിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥനയൊക്കെ കേൾക്കുമായിരുന്നു. ഇത്രയും കല്യാണത്തിൽ പങ്കെടുത്തെങ്കിലും ദൈവമേ, സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഇവരെ ജ്വലിപ്പിക്കണമേ. ദൈവമേ, സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഈ ചെക്കനെയും പെണ്ണിനെയും എരിയിപ്പിച്ചെങ്കിലേ, ആ ഇന്ധനം എരിഞ്ഞെങ്കിലേ എന്ത് മുമ്പോട്ട് പോകത്തുള്ളൂ? കുടുംബം. അപ്പം മൈലേജ് കിട്ടണം. കുടുംബ ജീവിതങ്ങൾ യോജിക്കുന്നതിന് മുമ്പ് വഴി പിരിയുന്നതിന്റെ കാരണം ജീവിതത്തിൽ എന്തില്ല? സ്നേഹമില്ല. പിന്നെ മാത്രമല്ല, പിന്നെ വെളിവും തെളിവും കിട്ടണമെങ്കിൽ എന്തു വേണം? സ്നേഹം. പിന്നെ കുടുംബജീവിതം ആകുമ്പം എന്തുണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാവുമല്ലോ, അല്ലേ? ഇന്നു വരെ ഒരു വഴക്ക് വിട്ടിട്ടില്ലാത്ത ഭാര്യമാരുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കി. ദൈവത്തിന്റെ കാരണം കൊണ്ട് ആരുമില്ല, അല്ലേ? കാരണം ജീവിതമാകുമ്പോ എന്തുണ്ടാകും? നമ്മൾ പറയുമല്ലോ, ചട്ടിയും കലമാകുമ്പോ തട്ടിയും മുട്ടിയും. പിന്നെ തട്ടിയും മുട്ടി അവിടെ ഉണ്ട്, അല്ലേ? അപ്പൊ തട്ടിയും മുട്ടിയേ പോകത്തുള്ളൂ. പക്ഷെ ഈ തട്ടലും മുട്ടലും അതിന്റെ ഫ്രിക്ഷൻ കുറയ്ക്കണമെങ്കിൽ ഏത് ഓയിൽ ഇറ്റിച്ചു കൊടുക്കണം? സ്നേഹമാകുന്ന എണ്ണ ഇറ്റിച്ചു കൊടുത്താൽ എന്ത് കുറയും? ഫ്രിക്ഷൻ കുറയും. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, കുടുംബം നമ്മൾ പണിയുന്നത് ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് കുടുംബം രൂപീകരിക്കപ്പെടേണ്ടതും എന്തുകൊണ്ടായിരിക്കണം? സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹം കൊണ്ടൊരു വീട് പണിയാമെന്ന് പാട്ടുകാരൻ. നമ്മൾ എന്തുകൊണ്ട് വീട് പണിയുന്നത്? കട്ട കൊണ്ടല്ല, സിമന്റ് കൊണ്ടല്ല, കമ്പി കൊണ്ടല്ല. പിന്നെ വീട് പണിയുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്. നമുക്ക് എന്തു പണിയാൻ കഴിയുന്നത്? വീട് പണിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലേ, യഹോവ ഭക്തി ജ്ഞാനമായവള എന്തു പണിയുന്നത്? വീട് പണിയുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. ഈ ഭക്തിയെ പറ്റി പറയുമ്പോഴാണ് ഈ ഭക്തി എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായത്. ഭജ് എന്ന് പറയുന്ന റൂട്ട് പറഞ്ഞിരുന്നു. ഭജ്, ഭജന എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭജ്. ഈ ഭജിൽ നിന്ന് തന്നെ റൂട്ട് ഫോമാണ് ഭുജിക്കുക എന്ന് പറഞ്ഞ പദം ഉണ്ടായത്. എന്താണ്? ഭുജ്. ഭുജ്, ഭുജ്, ഭജന, ഭുജിക്കുക, ഇതെല്ലാം എഴുതി ഉണ്ടായത്. ഭജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഭുജിക്കുക എന്ന് പറഞ്ഞ നമ്മൾ കഴിക്കുന്ന ഉണക്കാണോ? ആണോ? നമ്മൾ കഴിക്കുന്ന ഉണക്കാണോ? നമ്മൾ ഭുജിക്കാറുള്ളൂ, നമ്മൾ വിഴുങ്ങാറേ ഉള്ളൂ, അല്ലേ? നമ്മൾ നമുക്ക് നേരമില്ല. നമുക്ക് കഴിക്കാൻ നേരം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. രാവിലെ നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ എത്ര മണിയാകും?
അവരൊരു വീട്ടിൽ നോക്കി പറഞ്ഞാൽ മതി. 11, 12, 1 പല മക്കളും ഉറങ്ങുന്ന സമയം പോലും നമ്മൾ കുറുക്കം വലിച്ചാലും എത്രയോ നേരം കഴിഞ്ഞ് ആര് കിടന്നുറങ്ങുന്നത്? ഇവരെല്ലാം ഇങ്ങനെ ഓൺലൈൻ ചാറ്റും ബാക്കി കാര്യങ്ങളും ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ വിവിധ മേഖല. ഇവർ രാവിലെ, നമുക്കറിയാം സ്കൂളിൽ പോകുന്ന കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാഹസമാണ്. 12 മണിക്കാണ് കിടക്കുന്നേ, അല്ലെ 1 മണിക്കാണ് കിടക്കുന്നേ. അതുകൊണ്ട് സ്കൂൾ ബസ് വരാറാകുമ്പോഴാണ് ഈ പേരൻസ് എന്ത് ചെയ്യുന്നത്? പക്ഷേ കൊച്ചെഴുന്നേക്കുവോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള മുഴുവൻ യോഗാസനങ്ങളും പുറത്തിറക്കിയെങ്കിൽ ആരെഴുന്നേക്കത്തുള്ളൂ? അതുകൊണ്ട് പേരൻസിന് പ്രത്യേക എക്സസൈസ് ഒന്നും ആവശ്യമില്ല. ഇവരെ എഴുന്നേപ്പിച്ച് കഴിയുമ്പോഴേ നമ്മൾ വിയർക്കും. പിന്നെ എത്രയും പെട്ടെന്ന് ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോഴാ അമ്മ ഓർക്കുന്നത്, അയ്യോ കൊച്ചിന് എന്ത് കൊടുത്തിട്ടില്ല? ബ്രേക്ക്ഫാസ്റ്റ്. ഒരു പുഴുങ്ങിയ മുട്ട എടുത്ത് വായിലോട്ട് വെച്ച് ഒറ്റ കുത്ത, എന്നിട്ട് സ്കൂൾ ബസ്സിലോട്ട് ഒരൊറ്റ ഏറുക. ഇത് രണ്ടുകൂടെ ഒരുമിച്ചാ നടക്കുന്നേ, അല്ലേ? കൊച്ചുങ്ങൾ കഴിക്കുന്നുണ്ടോ? ഇല്ല, വിഴുങ്ങുക. ഇനി രാവിലെ, തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇന്ന് വരെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ യഹൂദന്മാര് പെസക കഴിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് ഇരുന്ന് അപ്പോ ഇത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോഴാ കൂടെ ഉള്ളവർ ചോദിക്കുന്നത്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അന്നേരം കുത്തിയിരുന്നായിരിക്കും ദോശയാണോ അപ്പോ ആണോ? കാരണം ഇറങ്ങിപ്പോയ സമയത്ത് ഇത് ഏതാണ് അറിഞ്ഞിട്ടില്ല. അവിടെയും വിഴുങ്ങലാണ് നടക്കുന്നത്. ഇനി കല്യാണത്തിന് പോയി നമുക്കൊന്ന് പൂജിക്കാന്ന് വെച്ചാൽ നടക്കൂ? ഇല്ല. കാറ്ററിംഗുകാരെ സമ്മതിക്കത്തില്ല. നമ്മൾ പൂജിക്കാൻ തുടങ്ങിയാൽ 3-ന്റെ അന്ന് അവന്റെ കാറ്ററിംഗ് കമ്പനി പൂട്ടും. അതുകൊണ്ട് 10 മിനിറ്റിനുള്ളിൽ നമ്മളെ കാണിച്ച് ഡിസ്പ്ലേ ഒക്കെ കാണിച്ച് തൊട്ട് തൊടിപ്പിച്ച് എഴുന്നേപ്പിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. അപ്പൊ ശരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഗ്യാസ്ട്രിക് പ്രോബ്ലവുമായിട്ടുള്ള രോഗികളുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. മക്കൾ വല്ല MBBS കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിടാൻ പറ്റിയ ഹയർ സ്റ്റഡീസ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എടുത്തോ. കാരണം ഇഷ്ടംപോലെ പേഷ്യൻ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്കൊരു കാര്യം ഉറപ്പാണ്, പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണ സാധനം രുചി അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുന്നതിന് പറയുന്ന പേരാണ് പൂജിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ ആസ്വദിച്ചറിയുന്നതിന് പറയുന്ന പേരാണ് ഭജിക്കുക. അതും വിശുദ്ധ കുർബാനയൊക്കെ ഭജനയാണ്. വിശുദ്ധ കുർബാനയൊക്കെ ഭജനയെ ആസ്വദിച്ചറിയണം, ആസ്വദിച്ച ദൈവത്തെ അറിയണം. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അനുഭവങ്ങളിലൂടെ ആസ്വദിച്ച് അറിയുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തി ഒരു ടൂളാ. പഴയ കാലത്തെ പ്രശ്നം എന്താ അറിയോ? ഇല്ലായ്മകളായിരുന്നു. ആണോ? ആണ്. ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കാൻ പറ്റുമായിരുന്നു? ഇല്ല. 2 ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യാൻ ഒക്കെ പറ്റുമായിരുന്നു? ഇല്ല. അപ്പം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് ഒക്കെയാ പോകുന്നത്. ഇല്ലായ്മകൾ ആയിരുന്നു. ആ കാലഘട്ടത്തെ നേരിടാൻ അമ്മമാർ ഉപയോഗിച്ച ടൂൾ ഏതാണെന്നറിയോ? ഭക്തിയായിരുന്നു. കാരണം ഒരു IFSകാരൻ വളരെ സൗഹൃദമായ സംഭാഷണത്തിൽ പറഞ്ഞാണ്, ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അപ്പൻ മരിച്ചുപോയി. ഒരു 3 മക്കളാണ്. ഒരാൾ കാർഡിയോളജിസ്റ്റ്, ഒരാൾ IFS, ഒരാളൊരു ബിസിനസ്സുകാരനാണ്. നല്ല നിലയിലെ കഴിയുന്നേ. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞതാണ്, അതായത് ചെറുപ്പത്തിൽ അപ്പം മരിച്ചുപോയി, മറ്റു മാർഗമൊന്നുമില്ല ജീവിക്കാൻ. ഈ അമ്മ അയൽ വീടുകളിൽ കൂലിപ്പണിക്ക് പോയാണ്. പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്തു, താൻ കൂലിപ്പണിക്ക് പോകുമ്പോഴും മക്കൾ പഠിക്കണം, ആ ഒരു കാര്യത്തിൽ ഭയങ്കര നിർബന്ധമാണ്. ഈ 2 ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ അമ്മ പോയി കൊണ്ടുവരുന്നതൊന്നും തികയത്തൊന്നുമില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ട് ഇങ്ങനെ പോയി. ഇവർ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓരോ കുട്ടികളും ഒക്കെ നല്ല നല്ല വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരും. ഈ പിള്ളേർ വന്നിട്ട് വീട്ടിൽ പറയും, അമ്മേ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരുമോ? ഒരു നിർവാഹമില്ല. കാരണം ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ കംപ്ലീറ്റ് ബഡ്ജറ്റ് എന്ത് ചെയ്യും? തെറ്റും. കിട്ടുന്നത് കൊണ്ട് അരിഷ്ടിച്ച് ജീവിക്കുക. അപ്പൊ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല, ഞാൻ ദരിദ്രയാ, മഹാസമ്പന്നനായ ഒരു ദൈവമുണ്ട് എന്നും പ്രാർത്ഥിക്കുന്ന ഇടമുണ്ടല്ലോ, പായിട്ട് കൊടുത്തിട്ട് പറയും മുട്ടുമേ എന്ന് ചോദിച്ചോളാൻ പറയും. അപ്പം ഈ മക്കൾ പറയുകയാണ്, അന്നൊന്നും ദൈവത്തോട് കരഞ്ഞു ചോദിച്ചെങ്കിലും ഒരു ഡ്രസ്സ് പോലും പുതിയത് കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം കേട്ടോ, പ്രാർത്ഥിക്കുന്നവൻ മറന്നാലും പ്രാർത്ഥന കേൾക്കുന്നവൻ മറക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ മറന്നാലും പ്രാർത്ഥന കേൾക്കുന്നവൻ മറക്കത്തില്ല. സക്കറിയാവ് ദൈവത്തോടെ ഒത്തിരി കരഞ്ഞത് ഒരു കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് അവസാനം സക്കറിയാവ് അങ്ങ് മറന്നു. പക്ഷെ ആര് മറന്നില്ല? ദൈവം മറന്നില്ല. ആ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഒരാള് സിവിൽ സർവീസ് കിട്ടി, IFS, ഒരാൾ കാർഡിയോളജിസ്റ്റ്, ഒരാൾ ബിസിനസ്സുകാരൻ.
ഇന്ന് അവരുടെ അലമാരകൾ തുണി കൊണ്ട് സമൃദ്ധമാണ്. ഇല്ലായ്മയെ ആ അമ്മ അതിജീവിച്ചത് എന്തുകൊണ്ടാണ്? ഭക്തി കൊണ്ടാണ് അതിജീവിച്ചത്. അത് ഒറ്റൂളാണ്. ഇന്നത്തെ കുഴപ്പം എന്നറിയോ? ഇല്ലായ്മയല്ല, സമൃദ്ധിയാണ് ഇന്നത്തെ പ്രോബ്ലം, അല്ലേ? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? സമൃദ്ധിയാ. നമ്മുടെ കൊച്ചുങ്ങളോട് ചോദിച്ചാൽ വിശപ്പ് അറിയാവോ? അറിയത്തില്ല. ബുദ്ധിമുട്ടുകൾ അറിയാവോ? അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. എൻ്റെ വീടിന്റെ അടുത്ത് നടന്നൊരു സംഭവമാണ്. അമ്മ ഹെഡ് മിസ്റ്റേഴ്സ്, അപ്പൻ വിദേശത്ത്, ഒരു കുഞ്ഞുണ്ട്, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം അമ്മ എന്തോന്ന് ടി വി രാത്രി 11 മണിക്ക് വന്നോ ടി വി ഒന്ന് വഴക്ക് പറഞ്ഞു. അവനങ്ങ് പിണങ്ങി പോയി, മേളിൽ പോയി കിടന്നു. രാവിലെ അമ്മ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ 9ാം ക്ലാസ്സുകാരൻ തൂങ്ങി നിൽക്കും. എന്താ എഴുതി വെച്ചെന്നറിയോ? എനിക്ക് ജീവിതം മടുത്തു, എനിക്ക് ജീവിതം മടുത്തു. 9ാം ക്ലാസ്സുകാരൻ കുറിച്ച് വെച്ചേക്കുക. നമുക്ക് ഇത്രയും കാലം ജീവിച്ചിട്ട് മടുത്തോ? ഇല്ല, അല്ലേ? നമ്മൾ ഡയാലിസിസ് ചെയ്തായാലും ഹാർട്ട് മാറ്റി വെച്ചായാലും നമുക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യണം? ജീവിക്കണം. 9ാം ക്ലാസ്സിൽ എഴുതി വെച്ചേക്കുക. അവന് മൊബൈലുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, കൊട്ടാര സമാനമായ വീടുണ്ട്, ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, കൂട്ടുകാരുണ്ട്, സൗഹൃദങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീടിന്റെ ഉള്ളിൽ സ്പിരിച്വാലിറ്റി എന്ത്, ആത്മീയത എന്ത്, ഭക്തി എന്ത് എന്നറിയാൻ മറന്നുപോയി. അവൻ ജീവിതം അവന് മടുപ്പായി. 9ാം ക്ലാസ്സിന് എഴുതി വെച്ചേക്കാണ്, എനിക്ക് ജീവിതം മടുത്തു. അതുകൊണ്ട് സമൃദ്ധിയെ നേരിടേണ്ടത് എന്തുകൊണ്ടായിരിക്കണം? ഭക്തി കൊണ്ടായിരിക്കണം. ഇല്ലായ്മയെ നേരിടേണ്ടത് എന്തുകൊണ്ടായിരിക്കണം? ഭക്തി കൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഹോം മേക്കിംഗ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മേക്ക് ചെയ്യണമെങ്കിൽ ഭക്തി വേണം, സ്നേഹം വേണം. ഹോം മേക്കർ എന്ന് നമ്മളെ ഈ ലോകത്ത് ആദ്യം വിളിച്ച ആരാ വിളിച്ചത്? ശലോമോനാണ് വിളിച്ചത്. ഈ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ശലോമോന്റെ ഒന്നാമത്തെ ഒരു സ്ത്രീ സങ്കല്പം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. രണ്ടാമത് ശലോമോൻ പറയുന്നത് അറിയോ? ഷീ ഈസ് പ്രൂഡന്റ്. അവൾ വിവേകിയാണ്. ഒരു സ്ത്രീയെ ശലോമോൻ വിളിക്കുന്നത് എങ്ങനെയാണ്? വിവേകി. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 14-ാം വാക്യം അവിടെ പറയുന്നു, ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. ബുദ്ധിയുള്ള ഭാര്യ ആരാണ്? അപ്പൊ നമുക്കൊരു സംശയം, നമുക്ക് ബുദ്ധിയുണ്ടോ? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ഉണ്ട്, അല്ലേ? മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്. മൃഗങ്ങൾക്ക് വിശപ്പുണ്ടോ? ഉണ്ട്. നമുക്കുണ്ടോ? ഉണ്ട്. മൃഗങ്ങൾക്ക് ക്ഷീണമുണ്ട്. നമുക്ക് ക്ഷീണമുണ്ടോ? ഉണ്ട്. മൃഗങ്ങൾ ഉറങ്ങും, നമ്മൾ ഉറങ്ങും കുറച്ചുകൂടെ അധികമായിട്ട്. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞ, മൃഗത്തേക്കാൾ നിർവിചാരിയായി ഉറങ്ങാതില്ല. മൃഗത്തെക്കാട്ടി കൂടുതലായിട്ട് ആര് കിടന്നുറങ്ങും? നമ്മൾ കിടന്നുറങ്ങും. മൃഗങ്ങൾ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കും, മനുഷ്യരും ഉൽപ്പാദിപ്പിക്കും. പക്ഷെ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബുദ്ധിയിൽ ദൈവത്തെ നിറയ്ക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വിവേകം ഉണ്ടാകുന്നത്. ബുദ്ധിയിൽ ആരെ നിറയ്ക്കണം? ദൈവത്തെ. അപ്പോഴാ തിരിച്ചറിവുണ്ടാകുന്നേ. നമുക്ക് അറിവുണ്ടാകാം. അറിവ് തിരിച്ചറിവാകുന്ന എപ്പോഴാ? ഈശ്വരൻ നമ്മുടെ ബുദ്ധിയിൽ നിറയുമ്പോൾ, ദൈവം നമ്മുടെ ബുദ്ധിയിൽ നിറയുമ്പോഴാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ വിവേകിയാകുമ്പോഴാണ് ആ വീടിന്റെ വിളക്കായിട്ട് മാറുന്നത്. കാരണം ഈ വിവേകം കൊണ്ട് വേണം ജീവിതത്തെ നേരിടാനായിട്ട്. കാരണം ഈ ദൈവം സ്ത്രീയും പുരുഷനെയും ഒരു കുടുംബത്തെ സമന്വയിപ്പിച്ചത്. ഞാൻ പറയും, രണ്ട് വൈരുദ്ധ്യതകളെയാണ് ആര് സമന്വയിപ്പിച്ചേ? ദൈവം. വിരുദ്ധതകളെ, എപ്പോഴും വൈരുദ്ധ്യങ്ങളെ, പാരഡോക്സുകളെ സമന്വയിപ്പിക്കുന്ന ആരാന്നറിയോ? കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടല്ലോ, അല്ലേ? ഉണ്ട്. അതിനകത്ത് കാള പെറ്റെന്ന് കേട്ട കയറെടുക്കുന്ന ആരാ? ഒരു ശിഷ്യൻ കാള പെറ്റെന്ന് കേട്ടാ കയറെടുക്കും. ആരാന്നറിയോ? പത്രോസ്. ഇനി പശു പെറ്റെന്ന് കേട്ട കിടാക്കുട്ടിയെയും അകിടും കറവക്കാരനെയും പാത്രവും കണ്ടിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ആരാ? നമ്മുടെ സ്വന്തം ആളാ. ആരാത്? തോമസ് ലീഗ. നോക്കിയ രണ്ട് വിരുദ്ധ വ്യക്തിത്വങ്ങൾ. ഇനി എരിവുകാരനായ ശീമോൻ റോമാക്കാർക്കെതിരെ പ്രവർത്തിക്കുക. കർത്താവിന് ശിഷ്യനായിരിക്കെ തന്നെ ആർക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക? റോമാക്കാർക്കെതിരെ. എന്നാൽ ചുങ്കക്കാരനായ മത്തായി റോമാക്കാർക്ക് വേണ്ടി എന്ത് പിരിച്ചുകൊണ്ടിരിക്കുക? ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, ഒരാള് റോമാ സാമ്രാജ്യത്തെ എതിർക്കുന്നു, ഒരാള് അനുകൂലിക്കുന്നു.
ഈ രണ്ട് വൈരുദ്ധ്യതകളെ ആരൊരുമിപ്പിച്ചു? കർത്താവ് ഒരുമിപ്പിച്ചു. ഇത് നമ്മുടെ കുടുംബജീവിതത്തിലും കാണാൻ കഴിയും. സ്ത്രീയും പുരുഷനും രണ്ട് വ്യത്യസ്ത മെക്കാനിസങ്ങൾ ഉള്ളവരാണ്. നമുക്ക് ഉപമിക്കാൻ കഴിയും. പുരുഷനെ ഉപമിച്ചാൽ, ഒരു പക്ഷിയോട് ഉപമിച്ചാൽ അത് പരുന്തിന് സമാനനാണ്. സ്ത്രീയോ ഏത് പക്ഷിയായിരിക്കും നല്ലത്? പ്രാവ്. ഓ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ എൻ്റെ ദൈവമേ, ചിറകടി കേട്ടോണ്ടിരിക്കുക കേട്ടോ. ആ നിഷ്കളങ്കത നോർത്ത് നോക്കിക്കേ. അല്ല, ഇന്നലേക്ക് വന്നപ്പോഴേ ഞാൻ ഈ ചിറകടി കേട്ടോണ്ടിരിക്കുക. അതായത് പുരുഷനെ പരുന്തിനോടും സ്ത്രീയെ കാക്കയോടുമാണ്. കാരണം അറിയോ, ഈ പരുന്തിന്റെ പ്രത്യേകത ആന്ത്രോപോളജി പഠിക്കുമ്പോൾ അറിയാം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആരാന്നറിയോ? സ്ത്രീ ആയിരുന്നു. പുരുഷൻ വീട്ടിൽ കൊച്ചുങ്ങളെയൊക്കെ നോക്കി പാചകമൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി കഴിയും. സ്ത്രീ പോയി ജോലി ചെയ്തുകൊണ്ട് വരും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത് ഉൾട്ടായി. പുരുഷൻ ജോലി ചെയ്യാൻ തുടങ്ങി, സ്ത്രീ മക്കളെ വളർത്താൻ തുടങ്ങി. പുരുഷന്റെ ജോലി എന്നറിയോ? വേട്ടയാടൽ. വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അമ്പും വില്ലുമായിട്ടാണ് പോകുന്നത്. ഈ അമ്പും വില്ലും ഉപയോഗിക്കുന്നതിന്റെ നോട്ടം എങ്ങനെയായിരിക്കും? ഷാർപ്പായിരിക്കും. എങ്ങനെയായിരിക്കും നോക്കുന്നേ? ഷാർപ്പ് അല്ലേ? ദ്രോണാചാര്യർ അർജുനോട് ചോദിച്ചപ്പോൾ പക്ഷിയുടെ എന്ത് കണ്ണ് കാണുന്നു പറഞ്ഞു. അത്ര ഷാർപ്പായിരിക്കും ആരുടെ നോട്ടം? ഈ നോട്ടം. അതുകൊണ്ട് പുരുഷനെ എന്തെന്ന് പറയുന്നത്? പരുന്ത്. പരുന്ത് ഒരു 5-6 കിലോമീറ്റർ ദൂരം നിന്നാൽ മതി, കൃത്യം എന്തിന്റെ പുറത്ത് തന്നെ വീഴും? കോഴിക്കുഞ്ഞിന്റെ പുറത്ത് തന്നെ. അതുകൊണ്ട് അവരെപ്പോഴും ആ ഒരു കാഴ്ചയിലെ അവരുടെ നോട്ടം ഇങ്ങനെ എത്തി നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ പത്രം വന്നു കഴിയുമ്പോൾ ഈ പത്രം എടുത്തോണ്ട് അച്ചായനങ്ങ് എവിടെ പോവും? സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കസേരയിരുന്ന് പത്രം തുറന്നാൽ ടാങ്ക് നിറഞ്ഞു പോയാൽ അറിയൂ? അറിയത്തില്ല. പാല് തിളച്ചു പോയാൽ അറിയൂ? ഇല്ല. കൊച്ചു കരഞ്ഞാൽ അറിയൂ? ഇല്ല. ഈ കുഴപ്പം കൊണ്ട്. കാരണം ഒരു പത്രം തുറന്നാൽ മോദിയുടെയോ പിണറായിയുടെയോ ചാണ്ടിയുടെയോ ഒക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് എവിടുന്ന് എടുക്കത്തില്ല? അവിടെ തന്നെ എടുക്കത്തില്ല. കൃത്യമായിട്ട് അവിടെ തന്നെ നോക്കി അതിൽ തന്നെ ശ്രദ്ധിച്ച് വിരാജിച്ച് ഇങ്ങനെ കഴിയും. ചുറ്റുവട്ടങ്ങളെ കുറിച്ചുള്ള ബോധ്യമല്ലോ ഉണ്ടോ? ഇല്ല. അതേസമയം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം കാക്കയ്ക്ക് എത്ര കണ്ണുണ്ട്? 4 കണ്ണ്. കൊള്ളാം. നിലക്കലെ കാക്കയ്ക്ക് എല്ലാം 4 കണ്ണാണോ? 2 കണ്ണേ ഉള്ളൂ അല്ലേ? എത്ര കണ്ണുണ്ട്? 2 കണ്ണേ ഉള്ളൂ. പക്ഷേ 2 കണ്ണു മതി ഏതെങ്കിലും ദിശയെന്ന് ഒരു കല്ലെടുത്തറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം CCTV പോലെ ഇരിക്കുക അല്ലേ? CCTV പോലെ ഇങ്ങനെ നോക്കുമ്പോൾ എത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? കാക്കയ്ക്കും സ്ത്രീക്കും ഉള്ളത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ അടുക്കള നിൽക്കുക. ടാങ്ക് നിറഞ്ഞാൽ അറിയും. കൊച്ചു കരഞ്ഞാൽ അറിയും അല്ലേ? പാല് തിളച്ചു കൂവിയ അറിയാം. അപ്പുറത്ത് അയലത്താരൊക്കെ വന്നു അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും തിരക്കാണെങ്കിലും ഇടയ്ക്ക് വന്നിട്ട് അദ്ദേഹം എവിടെ ഇരിക്കുക? സിറ്റ് ഔട്ടിൽ പത്രവും വെച്ച് വന്ന് നോക്കും. അവിടെ തന്നെയാണോ കണ്ണെന്നോ അല്ലേ? ഇതും കൊണ്ട് ഇറങ്ങി പുറത്തോട്ട് പോകുന്ന കണ്ടു, ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് വന്ന് നോക്കും. എന്താ? വേറെ എങ്ങോട്ടെങ്കിലും നോക്കുന്നുണ്ടോ? അവിടെ തന്നെയാണോ നോട്ടം എന്ന് കൃത്യമായിട്ട് നോക്കും. അപ്പൊ ഇത്ര വിശാലമായ കാഴ്ചപ്പാട്. അതുകൊണ്ടാണല്ലോ ഈ കല്യാണമൊക്കെ, ആൺപിള്ളേരെ കല്യാണമൊക്കെ പോയി വാക്കുറപ്പിക്കുന്നതിന് മുമ്പ് 2 പേരെ കൂടെ വിടും. പെങ്ങളെ അമ്മയും കൂടെ വിടും ഇല്ലയോ? എന്തിനാ? ചെക്കനെ വിട്ടാൽ ഈ ചായ കൊണ്ട് പെണ്ണ് വരുമ്പോ കണ്ണി നോക്കിയിട്ട് തിരിച്ചു വരത്തേ ഉള്ളൂ. അതേ സമയത്ത് ഈ ചെക്കന്റെ കൂടെ ചെക്കന്റെ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? വല്യമ്മയ്ക്ക് ചട്ടുകാലുണ്ടോ? വായിലെത്ര പല്ലുണ്ട്? അത് കഴിഞ്ഞ് അടുത്ത അമ്മ, പെണ്ണ്, പിന്നെ പുറത്തിറങ്ങിയിട്ട് മണ്ടയ്ക്ക് തെങ്ങ് നോക്കും. മണ്ടരി പിടിച്ച് എത്ര തേങ്ങ ഉണ്ട്? ഇതൊക്കെ കൃത്യമായിട്ട് കണക്ക് കിട്ടി. ഒരു MRI സ്കാൻ ഇത്രയും കണ്ടുപിടിക്കത്തില്ല കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്തിനു വാക്ക് കൊടുക്കത്തുള്ളൂ? അപ്പൊ അത്ര വിശാലമായ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിത്തമാറ്റിക്കലി ഒരു പൈതഗോറിയൻ സിദ്ധാന്തമൊക്കെ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിന്റെ ചെവിട് പോലാണ് ആരുടെ നോട്ടം? സ്ത്രീകളുടെ നോട്ടം. ത്രികോണത്തിന്റെ അഗ്രം പോലാണ് ആരുടെ നോട്ടം? പുരുഷന്മാരുടെ നോട്ടം. അപ്പൊ നിശ്ചയമായിട്ടും ഈ 2 വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുമ്പം ദൈവം തമ്പുരാൻ ഇതിനിടയിൽ എങ്ങനെ ജീവിക്കണം? വിവേകത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ശലോമോൻ പറയുന്നത് വിവേകമുള്ളൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദാനമാണ് എന്ന് പറയുന്നതിന്റെ കാരണം വിവേകത്തെ പറ്റി പറയുന്ന മനോഹരമായ ഒരു ബ്ലോഗ് എഴുത്തുണ്ട്. രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ.
അതിങ്ങനെയാ പറയുന്നത്, പറയാതെ തന്നെ കേൾക്കുകയും നോക്കാതെ തന്നെ കാണുകയും ചോദിക്കാതെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് വിവേകം. പറയാതെ തന്നെ കേൾക്കുകയും നോക്കാതെ തന്നെ കാണുകയും ചോദിക്കാതെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ അന്തരീക്ഷം പറഞ്ഞിട്ട് കേൾക്കുന്നവനെ കണ്ടാ കുളിക്കണമെന്ന് പറയും. പറഞ്ഞിട്ട് കേൾക്കുന്നവനെ പിന്നെന്താ, പറയാതെ കേൾക്കണം. പറയാതെ കേൾക്കണം, നോക്കാതെ കാണണം, ചോദിക്കാതെ മനസ്സിലാക്കണം. ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പം അവന്റെ മുഖം കണ്ടാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. എനിക്ക് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത്തരം വേരുകളല്ലാതെ എവിടെയാ പറയുന്നത്? അതുകൊണ്ട് തന്നെ പറയുക, ഈ അടുത്ത സമയത്ത് 9ാം ക്ലാസ്സുകാരി കുട്ടി യൂട്യൂബ് നോക്കി പ്രസവം നടത്തി കഴിഞ്ഞപ്പോഴാണ് അമ്മ അറിയുന്നത് മകള് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ വെറുതെ അല്ല, ഒരു കാലത്തിന്റെ ദുരന്ത ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. എന്നാൽ പഴയ കാലത്ത് അമ്മമാരെ നോക്കി അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ മക്കള് സ്കൂളിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞ് അവരെ വിളിച്ചിരുത്തി തലയിലിച്ച് എണ്ണയൊക്കെ തേച്ച് എന്ത് ചെയ്യും? ചീകി കൊടുക്കും. ഈ ചീകി കൊടുക്കുമ്പോൾ അമ്മ ഈ മക്കളുമായിട്ട് നടത്തുന്ന ഒരു റാപ്പോ ക്രിയേഷൻ ഉണ്ട്. എന്തൊക്കെയുണ്ട് ഈ വിശേഷം? സുഖമാണോ? ടീച്ചറൊക്കെ സുഖമാണോ? കൂട്ടുകാരൊക്കെ എന്തോ പറഞ്ഞ് പതുക്കെ 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 റാപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളിലിരിക്കുന്ന മുഴുവൻ സാധനം ഇഞ്ഞ് ആര് പുറത്തു കൊണ്ടുവരും? ഒരു PG ഇല്ല, ഒരു ഡിഗ്രി ഇല്ല, ഒന്നുമില്ല, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരമ്മ മക്കളുമായി നടത്തുന്ന റാപ്പോ ക്രിയേഷൻ, ആ മനസ്സ് മൊത്തം റീഡ് ചെയ്യുമായിരുന്നു. ആര്? അമ്മ. അല്ലേ? കേട്ട് കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ മോളെ കേട്ട് കുത്തിയും ചെയ്യുമായിരുന്നു പഴയ അമ്മമാര്. പക്ഷേ കൃത്യമായിട്ട് അവർ കൊച്ചുങ്ങളുടെ മനസ്സ് അറിഞ്ഞു. ഇന്നിപ്പം നമ്മളെല്ലാം തിരക്കില്ല, നമുക്കെല്ലാം ധൃതിയ. കൊച്ചുങ്ങളെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്ത് 4 തരം ഗുരുക്കന്മാരുള്ളതിൽ ആദ്യത്തെ 2 ഗുരു, ഒന്നാമത്തെ ഗുരു ആരാന്നറിയാവോ? അമ്മ. മുല്ലനേരി പറയുന്നുണ്ട് അമ്മ നന്മയാണെന്ന്. വെറുതെ അല്ല പറയുന്നത്, അമ്മ ആദ്യത്തെ ഗുരുവാ. ഒരു കുട്ടി ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? ആരുടെ കയ്യിൽ നിന്നാ? അമ്മയുടെ കയ്യിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് ഞാൻ വീട്ടില് ഹൗസ് വിസിറ്റിന് ചെന്നപ്പോൾ ഉണ്ട് ഒരു 2.5 വയസ്സുള്ള കൊച്ച്, ഒരു ചെക്കനാ. അന്നിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അവന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് അറിയുന്ന വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടുത്ത് വന്ന് ചിരിച്ചൊക്കെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്നങ്ങ് മുള്ളി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവൻ എന്താ ചെയ്യാൻ പോന്നേ. നോക്കുമ്പം കാലിൻ്റെ അടിയിലൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൻ പിന്നെ ടൈലിട്ട തറയാണ്. അപ്പം തെന്നി വീഴാതെ സൂക്ഷിച്ചങ്ങ് അപ്പുറത്ത് പോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? നോക്കുമ്പോൾ ഉണ്ട് ഒരു പട്ടുസാരി മരിച്ചുകൊണ്ട് വരുവാ. എന്ത് ചെയ്യാനാ? തുടയ്ക്കാൻ. കാരണം അവൻ നോക്കുമ്പോൾ തുണിയൊന്നും കിട്ടിയില്ല. നോക്കുമ്പോൾ അമ്മയുടെ സാരി ഇവിടെ കിടപ്പുണ്ട്, കൈയെത്തുന്ന ദൂരത്ത്. അവൻ ഇതും വലിച്ചുകൊണ്ട് വരുവാ. എന്ത് ചെയ്യാൻ വേണ്ടിയെന്നറിയോ? അവൻ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. മൂത്രമൊഴിച്ച് അഴുക്കായാൽ എന്ത് വെച്ച് തുടയ്ക്കണം? തുണി വെച്ച് തുടയ്ക്കണം. ഈ പാഠം ആരുടെ കയ്യിൽ നിന്നാണ് പഠിച്ചത്? ദ ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ. ആരുടെ കയ്യിൽ നിന്നാണ് പഠിക്കുന്നത്? അമ്മ. ഈ അടുത്ത സമയത്ത് ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവ് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്, രാവിലെ കതർ ഉടുപ്പും കതർ മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഈ പശ തേച്ച മുണ്ട ഇതിട്ട് ചെരുപ്പ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ ഈ മുണ്ടൊരല്പം മുകളിലോട്ട് പൊങ്ങിയിരിക്കും. അപ്പൊ ഭാര്യ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? പിടിച്ച് താവിട്ട് കൊടുക്കുക. അന്നത്തെ ദിവസം ഭാര്യ അവിടെ ഇല്ല, മോളും കൊച്ചും വന്നിട്ടുണ്ട്. 3 വയസ്സുള്ള ഈ കൊച്ച് ഈ വല്യപ്പച്ചൻ ഇറങ്ങി, അപ്പച്ച വന്ന് നിന്നേ. അപ്പച്ച അവിടെ നിന്നു. എന്നിട്ട് ചെന്നിട്ട് ഈ 3 വയസ്സുള്ള കൊച്ച് എന്ത് പിടിച്ചു വെച്ചിട്ട് കൊടുക്കുക? കാരണം ഈ കൊച്ചു കാണുന്ന ഇതാ, ഈ അമ്മ ചെയ്യുന്ന ഈ കാഴ്ചയാണ് ആര് കാണുന്നത്? കൊച്ചു കാണുന്നത്. നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. എടാ, ഇത് പള്ളിയിൽ വന്ന ഒരു അപ്പച്ചൻ്റെ കയ്യിൽ ഒരു 3 വയസ്സുള്ള കൊച്ചേ ഉള്ളൂ. ആരാരെ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ 10-350 ചെരുപ്പ് കിടക്കുക. ഇദ്ദേഹത്തിന്റെ ചെരുപ്പ് കാണുന്നില്ല. പക്ഷേ ഈ കൊച്ചു പോയി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ തേഞ്ഞ ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങേർക്ക് കാണാൻ പറ്റാത്ത കാഴ്ച പോലും, ചെരുപ്പ് പോലും ആര് നോക്കി വെച്ചിരിക്കുക? ഈ കുഞ്ഞ് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ നിശ്ചയമായിട്ടും ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ നമ്മൾ പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? അമ്മയുടെ കയ്യിൽ നിന്ന്. ആദ്യത്തെ ഗുരു ആരാ? അമ്മയാണ്. വിവേകമതിയായ അമ്മകൾ ഡൊമസ്റ്റിക് ഡിസിപ്ലിൻ കൃത്യമായിട്ട് പഠിക്കണം. ഇനി സോഷ്യൽ ഡിസിപ്ലിൻ പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? അപ്പൻ. അതുകൊണ്ട് നാട്ടിൽ നമ്മുടെ മക്കൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ അവർ ചോദിക്കുന്നത് എന്തെന്നറിയോ? ഇവൻ തങ്കമ്മയുടെ മോനാണോന്ന് ചോദിക്കുന്നത്. ആണോ? അല്ല, പിന്നെ ആരുടെ മോനാന്നോ? മത്തായിയുടെ മോനാന്ന് ചോദിക്കുന്നത്. തങ്കമ്മയുടെ അല്ല, പിന്നെ ആരുടെയാണ്? മത്തായിയുടെ ആണ്. കാരണം എന്താ? സോഷ്യൽ ഡിസിപ്ലിൻ പഠിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാ? അതുകൊണ്ടാണ്
മഹാനായ യൂഹാനോൻ മാർത്തോമ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. തിരുവല്ല പുല്ലാത്തീനിൽ അദ്ദേഹം ഇരിക്കുമ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ 4 വയസ്സുള്ള മകനും കൂടെ കാണാൻ ചെന്നു. തിരുമേനിയെ കണ്ടുടനെ ഈ ചെക്കൻ ചോദിക്കുക, 4 വയസ്സുള്ള ചെക്കൻ, എടോ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ തിരുമേനി ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുക. അത് കഴിഞ്ഞൊക്കെ ചിരിച്ചു ഇവന്റെ വർത്താനം കേട്ടിട്ട്. അന്വേഷിച്ചപ്പോഴും മനസ്സിലായത് ഈ ഡോക്ടറെ എല്ലാവരെയും വിളിക്കുന്നറിയോ എടോ. അപ്പൊ ഇത് കേട്ടിട്ടാ ഈ കൊച്ച് പറയുന്നത്, എടോ തന്നെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഓർക്കണം, അതായത് സാമൂഹിക അച്ചടക്കം പഠിക്കുന്ന ആരെ കയ്യിൽ നിന്നാ? അപ്പന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് വിവേകം ഉണ്ടാകണം, പറയാതെ കേൾക്കണം കേട്ടോ, ചോദിക്കാതെ തന്നെ മനസ്സിലാക്കണം, നോക്കാതെ തന്നെ കാണണം. അതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ വിവേകം ഉണ്ടാകുന്ന എവിടെ നിന്നറിയാവോ? അച്ചടക്കത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അച്ചടക്കത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, ഡിസിപ്ലിൻ അഥവാ അച്ചടക്ക സ്വാതന്ത്ര്യമാണോ സ്വാതന്ത്ര്യക്കേടാണോ? അച്ചടക്കം എന്ന് പറഞ്ഞതേ സ്വാതന്ത്ര്യമാണോ സ്വാതന്ത്ര്യക്കേടാണോ? ഒരു ചിന്തക പറയുന്നുണ്ട്, ഓൾ ഫ്രീഡം കംസ് ഫ്രം ഡിസിപ്ലിൻ. എല്ലാ സ്വാതന്ത്ര്യവും വരുന്നത് എവിടുന്നാണ്? അച്ചടക്കത്തിൽ നിന്ന്. എല്ലാ സ്വാതന്ത്ര്യം വരുന്നത് എവിടുന്നാണ്? ഞാൻ പറയും, അച്ചടക്കത്തെ ഏറ്റവും ഭംഗിയായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന ആർക്കാന്നറിയോ? വീട്ടമ്മമാർക്ക്, അമ്മമാർക്കാ. എന്റെ കാരണം എന്താ അച്ചടക്കം എന്ന് പറഞ്ഞു? അച്ചിലൊതുങ്ങുന്നതാണ് അച്ചടക്കം, അച്ചിലടങ്ങുന്നതാണ് അച്ചടക്കം. നമുക്കറിയാം അച്ചപ്പം അല്ലേ, നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. അച്ചപ്പത്തിന് സൗന്ദര്യമുണ്ടോ? ഇല്ലയോ? അതങ്ങനെ കഴിക്കുന്ന നേരത്തെ സൗന്ദര്യം കാണാൻ നേരമുണ്ടോ? അച്ചടക്കം അച്ചപ്പത്തിന് എന്തുണ്ട്? ഒരു പൂ പോലെയുള്ള സൗന്ദര്യമുണ്ട്. എന്തുകൊണ്ട് ഈ അച്ചപ്പത്തിന്റെ സൗന്ദര്യം എവിടുന്നാ? അച്ചിലടങ്ങുന്നോണ്ടാ അല്ലേ? അച്ചിലടങ്ങുന്നുണ്ട്. എന്നാൽ ചില അച്ചപ്പം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ അമ്മായിയമ്മയെ കണ്ട മരുമോടെ കൂട്ടിരിക്കും, പല ഷേപ്പിന് ഇരിക്കും. അതിന്റെ കാരണം എന്താ? അച്ചില് അടങ്ങാത്തത് കൊണ്ട്. നമ്മളറിയാം, ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കുമല്ലോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിന്റെ പേരെന്താ? ഉണ്ണിയപ്പ ചട്ടി, ഉണ്ണിയപ്പക്കാര എന്നൊക്കെ പറയും. അതിനകത്ത് എന്തുണ്ട്? കുഴികളുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എന്തൊഴിച്ചു കൊടുക്കും? വെളിച്ചെണ്ണ ഒഴിക്കും. അതിനകത്ത് എന്തൊഴിക്കും? മാവ് ഒഴിക്കും. ഈ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ണിയപ്പം പുറത്തേക്ക് എടുക്കും. അതെല്ലാം ഒരേ. എന്നാൽ ചില ഉണ്ണിയപ്പം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്ന് പുറത്തിയാടുന്നുണ്ടാ അല്ലേ? ഇതിന്ന് പുറത്തിയാടിയ എന്ന് പറഞ്ഞാൽ അച്ചടക്കം ഉള്ളവരെ കണ്ടാൽ അതിന് സൗന്ദര്യമുണ്ട്. അതുകൊണ്ട് വേർ there is beauty there is discipline. എവിടെ സൗന്ദര്യമുണ്ട് അവിടെ എന്തുണ്ട്? അച്ചടക്കമുണ്ട്. അച്ചടക്കം ഇത് സ്വാതന്ത്ര്യമാണെന്ന് അറിയാനേ. ഒരു ട്രെയിൻ പാളത്തിൽ കൂടെ പോകുന്നതാണോ സൗന്ദര്യം? പാളം തെറ്റുന്നതാണോ? പാളത്തിൽ കൂടെ പോകുന്ന പട്ടം നൂല് പറക്കുന്നതാണോ സൗന്ദര്യം? നൂല് പൊട്ടിക്കുന്നതാണോ? അത് പറത്തുന്ന പട്ടമായാലും ഈ പട്ടമായാലും രണ്ടും നൂല് പോകുന്നതാ നല്ലത്. നൂല് പൊട്ടിക്കുന്ന നല്ലതല്ല. നൂല് പറക്കുന്നതാണ് സൗന്ദര്യം. പുസ്തകം കുത്തിക്കെട്ടി ഇരിക്കുന്നതാണോ സൗന്ദര്യം? കുത്തിക്കെട്ട് പൊട്ടിക്കുന്നതാണോ? കുത്തിക്കെട്ടിയിരിക്കുന്ന. അപ്പം അച്ചടക്കം എന്ന് പറഞ്ഞാൽ വിവേകത്തിന്റെ ഭാഗമാണ്. വിവേകം ഉണ്ടാകുന്നത് എവിടുന്നാ? ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിൻ. ഭക്ഷണം കഴിക്കുന്നതിലുണ്ട് ഡിസിപ്ലിൻ. ഭക്ഷണം കഴിക്കുന്നതിൽ ഡിസിപ്ലിൻ ഉണ്ട്. അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ ഡിസിപ്ലിനെ പറ്റി കുറിക്കുന്ന ഒരു സുന്ദരമായ ഭാഗമുണ്ട്. അദ്ദേഹം മസൂറിയിലെ ട്രെയിനിങ് ക്യാമ്പിലായിരിക്കുമ്പം ഏത്തയ്ക്ക കഴിക്കാനായിട്ട് കൊടുത്തത്. അപ്പോഴേ മനസ്സിലായി ഒരു ടെസ്റ്റാണെന്ന്. 10-30 പേർക്ക് അദ്ദേഹത്തിൻ്റെ ബാച്ചിൽപ്പെട്ട്. അപ്പം ഇവർ കാണാതെ തന്നെ ക്യാമറയിലൂടെ ഇത് വീക്ഷിക്കുന്നുണ്ട്. അപ്പം ചിലർ ഏത്തയ്ക്ക കഴിച്ചിട്ട് നമ്മളൊക്കെ കാണിക്കുന്ന പോലെ തൊലിയെടുത്ത് ഇട്ടു, ചിലർ അവിടെ തന്നെ ഇട്ടു, ചിലർ കസേരയുടെ പുറത്ത് വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം ഇതെന്താണ്, ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൃത്യമായിട്ടൊക്കെ കഴിച്ച്. പക്ഷെ ഒരു കുഴപ്പം അദ്ദേഹത്തിനും പറ്റി. എന്താ അറിയുമോ? നമ്മൾ മലയാളികൾ ഏത്തയ്ക്ക കഴിച്ച് വരുമ്പോൾ അവസാനം ഒരു ഇച്ചിരി സാധനം എവിടെ ഇരിക്കും? അതിൻ്റെ തുഞ്ചത്തിരിക്കും. നമ്മൾ കൈവിരൽ അകത്തോട്ടിട്ട് മേപ്പോട്ടെടുത്ത് ഇദ്ദേഹത്തിന് ഒരു കുഴപ്പം പറ്റിയെടുത്ത് കഴിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പം IPS ബാച്ചിൽപ്പെട്ട 3 പേരെ ഏത്തയ്ക്ക കഴിക്കുന്നത് പാസ്സായിട്ടുള്ളൂ. അപ്പൊ നോക്കിക്കേ, കഴിക്കുന്നതിനകത്ത് ഡിസിപ്ലിൻ ഉണ്ട് അല്ലേ? നടക്കുന്നതിനകത്ത് ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ടാ നമുക്കറിയാം അഭിജ്ഞാന ശാകുന്തളം അല്ലേ? ശാകുന്തളം എഴുതിയ ആരാ?
കാളിദാസൻ. നായികയുടെ പേരെന്തുവാ? ശകുന്തള. ടീച്ചർ ശകുന്തളമൊക്കെ പഠിപ്പിച്ച ആളാ. ഈ ശകുന്തളയുടെ നടപ്പെന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി ഉറപ്പിക്കാതുള്ള നടപ്പാണ്. കണ്വാശ്രമത്തിലാണ് വളർന്നേ. രണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ട്, അനസൂയയും പ്രിയംവദയും. ഒരു സ്ത്രീകളെ രണ്ട് ഭാവങ്ങളാണ് അത്, അനസൂയയും പ്രിയംവദയും. ഈ ശകുന്തള നടക്കുന്നത് ഉപ്പൂറ്റി ഈ ഉപ്പൂറ്റി ഉറപ്പിക്കാതെ നടക്കുന്നവർക്ക് സ്ഥിരതയില്ലെന്ന്. അതുകൊണ്ടാ ദുഷ്യന്തനെ കണ്ടപ്പോൾ ആര് ചാടിപ്പോയത്? ഉപ്പൂറ്റി ഉറപ്പിച്ച് നടക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ഇതുവരെ ഉപ്പൂറ്റി ഉറപ്പിക്കാതെ നടന്ന് ശീലിച്ചവർ ഇന്നിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഉപ്പൂറ്റി ഉറപ്പിക്കാൻ നോക്കി ചിലപ്പോൾ മറിഞ്ഞടിച്ച് വീഴും. ഉത്തരവാദി ഞാനല്ല. അതുകൊണ്ട് എങ്ങനെയാണോ വന്നേ അതുപോലെ അങ്ങ് പോയാൽ മതി. അപ്പം നമ്മൾ ഓർക്കണം, നടത്തയിൽ എന്തുണ്ട്? നടത്തയ്ക്കൊരു ഡിസിപ്ലിൻ ഉണ്ട് അല്ലേ? വസ്ത്രധാരണത്തിലുണ്ട്. രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഈ രണ്ട് കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ നോക്കി സംസാരിക്കണമെന്നാണ് പറയുന്നത്. മുഖത്തോട് മുഖം നോക്കി, ഫേസ് ടു ഫേസ്. ചില സംസാരിക്കാനുണ്ടോ നേരെ നോക്കത്തില്ല, പിന്നെ എങ്ങനെയാ നോക്കുന്നത്? അത് ഇൻഡിസിപ്ലിൻ ലക്ഷണം. അതുപോലെ തന്നെ വിരല് ചൂണ്ടി നെഞ്ചിന് നേരെ ചൂണ്ടി സംസാരിക്കരുത്. വിരല് നെഞ്ചിന് നേരെ ചൂണ്ടി സംസാരിക്കുക ഇൻഡിസിപ്ലിനാണ്. വേറെ ഒന്നും വേണ്ട. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, മക്കളെയൊക്കെ ഒന്ന് ഒരുക്കി വിടുമ്പോൾ ഉണ്ടല്ലോ, അമ്മമാര് മാറി നിന്ന് നോക്കണം. 4 പേര് കണ്ട കുഴപ്പമില്ലെന്ന്. അതാണ് ഡ്രസ്സിനകത്തെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഒരുക്കി കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടിയിൽ ഒന്ന് നോക്കണം, 4 പേര് കണ്ട കുഴപ്പം പറയത്തില്ലെന്ന്. MMVSന്റെ പ്രവർത്തകരായിട്ട് പൊതുരംഗത്ത് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടേതായ എന്തുണ്ടായിരിക്കണം? ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അപ്പം അച്ചടക്കം അത് വിവേകത്തിന്റെ ഭാഗമാണ് എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു ചിന്ത നമ്മുടെ തലങ്ങളിൽ ഉണ്ടാകണം. മൂന്നാമത് ശലോമോൻ പറയുന്നത് ഷീ ഈസ് ട്രസ്റ്റ്വർത്തി. സദൃശവാക്യങ്ങൾ 31:10-11. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില എന്താ ഒന്ന് പറഞ്ഞേ. മുത്തുകളിൽ ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. നോക്കിക്കേ, സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവിടെ വില മുത്തുകളിൽ ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിടെ സാമർത്ഥ്യം കണ്ടു. നമുക്കിത് നെഗറ്റീവ് അർത്ഥമാണ് സാമർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്താ ഈ സാമർത്ഥ്യം? സമർത്ഥതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഏത് കാര്യങ്ങളെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി സമചിത്തതയോടെ നേരിടുന്നവളാണ് ആര്? സാമർത്ഥ്യം. സമചിത്തതയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവളാണ് ആര്? സാമർത്ഥ്യമുള്ളവർ. ആ സാമർത്ഥ്യമാണ് ഒരു സ്ത്രീയുടെ വില. ഇവിടെ പറയുന്നു മുത്തുകളിലും ഏറും. നമുക്ക് ഈ വില കുറയുന്നെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് കൂട്ടിയിടുന്നത്? ആഭരണങ്ങൾ കൂടുതൽ ഇടേണ്ടി വരുന്നത് നമുക്ക് വില കുറയുന്നു എന്നൊരു സംശയം തോന്നുമ്പം എന്താ, പുറത്ത് വിലയുള്ള സാധനം എടുത്ത് എന്ത് ചെയ്തോണ്ടിരിക്കുക? അതില്ലെങ്കിൽ ഞാൻ അതിന് പോകത്തില്ല. ചില വീട്ടിലൊക്കെ കലാപം എന്ന് പറഞ്ഞ് ഇതാണ്, ഡയമണ്ട് നെക്ലസ് ഇല്ലാതെ ഞാൻ ആ കല്യാണത്തിന് പോകത്തില്ല, എനിക്ക് ഇന്ന ഇത് ഇല്ലാതെ പോകത്തില്ല. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഈ അടുത്ത സമയത്ത് ഒത്തിരി കൊച്ചു പെൺകുട്ടികൾ ഈ സിവിൽ സർവീസ് മേഖലയിൽ കളക്ടർമാരായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർ ഓഫീസിൽ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ 20 മാലയും 35 വളയൊക്കെ ഇട്ടാണെന്ന് പോന്നേ? അല്ല, എത്ര സിമ്പിളായിട്ട് അവർ പോന്നേ അല്ലേ? അവരുടെ ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ് ഒരാളുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വില കൂടുവോ ഇല്ലയോ എന്നറിയാൻ വേറെ ഒന്നും വേണ്ട. നീ മഹാത്മാഗാന്ധിയുടെ തോർത്തും അംബാനിയുടെ കോട്ടും കൂടെ ഒന്ന് ലേലത്തിന് വെച്ച് ഏതിനായിരിക്കും വില കിട്ടുന്നത്? തോർത്തിന് എത്ര വിലയുണ്ട്? ഖാദി പോയാൽ 15 രൂപയേ ഉള്ളൂ അല്ലേ? ഖാദി പോയാലേ 50 രൂപയല്ല, അല്ലെ 100 രൂപയുള്ളൂ ഒരു തോർത്തിന്റെ വില. അംബാനിയുടെ കോട്ടിനോ ലക്ഷക്കണക്കിന് രൂപ വില വരും. പക്ഷെ രണ്ടുകൂടെ ലേലത്തിന് വെച്ചേ ഏതിനായിരിക്കും വില കിട്ടാൻ പോകുന്നത്? ഇരിക്കും തോറും ഈ തോർത്തിന്റെ വില കൂടി വരിക. അത് ഉടുത്തതാരാണ് എന്നുള്ളതാണ് എന്ത് നിശ്ചയിക്കുന്നത്? വില നിശ്ചയിക്കുന്നത്. അപ്പോ നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മളാണ്. അത് ആത്മവിശ്വാസം ഉണ്ടാകണം, സാമർത്ഥ്യം ഉണ്ടാകണം. എന്താ ഈ സമർത്ഥത എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ മാതൃക ദൈവമാതാവല്ലേ അല്ലേ? നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ മോഡൽ ആരാണ്? ദൈവമാതാവ്. കനാവിലെ കല്യാണത്തിന് അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു കുറവുണ്ടായി. ആ കുറവിനെ കൃത്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് പരിഹരിച്ചു. അല്ലെ, നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കും, നമ്മളാണ് എങ്ങനെ ആയിരിക്കും അത് ബിഹേവ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഈ കല്യാണത്തിന് പോകുന്ന തന്നെ അവിടുത്തെ ഒരു പോരായ്മ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്.
അല്ലേ? പെണ്ണിന്റെ കണ്ണ് ഒരുങ്ങിയ സമയത്ത് ഇച്ചിരി എല്ലാം നല്ലതായിരുന്നു. അപ്പൊ പിന്നെ എന്താ പറയുന്നത്, ഇച്ചിരി തിരിഞ്ഞിരുന്നു അല്ലെ ഇരുന്നു. പക്ഷെ അവിടെ ആ കുറവുകളെ കണ്ടെത്തി പരിഹരിച്ചു. അതാണ് ആവശ്യമനുസരിച്ച്. 2, പ്രസവിച്ച് കിടക്കുന്ന സമയത്താ പറയുന്നത് എവിടെ പോകാൻ വേണ്ടി? എവിടെ പോകാൻ? ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ, യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ? പ്രസവിച്ചിട്ട് അധികം ദിവസമായില്ല, എന്നിട്ടാ പറയുന്നത് കൊച്ചിനെ കൊണ്ട് എവിടെ പോകാൻ? ഈജിപ്തില്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രസവ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കിടക്കുവാന്നാ പറയുന്നത് അല്ലേ? എനിക്കൊന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസവിച്ച് കിടക്കുന്ന ആരാ? മലയാളി സ്ത്രീകളാണ്. 6 മാസമൊക്കെ ഒരു കിടപ്പം കിടന്ന് കളയുന്നു. ആരോഗ്യത്തിന് കുഴപ്പമെന്ന് പറഞ്ഞു. അവസാനം ഈ കിടപ്പ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരും, പിന്നെ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. തെങ്ങമ്പൂക്കലാതി ലേഖ്യ ഒരു 6 ടിന്ന് കഴിച്ചിട്ടുണ്ട്. അവസാനം ഈ ദുർമേധസൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഈ നടുവേദന എടുക്കാതിരിക്കാൻ ഇത് കഴിച്ചത്. 6 കഴിച്ചപ്പോഴത്തേക്ക് വണ്ണം കൂടി. പിന്നെ എന്ത് മാറിയിട്ടില്ല? നടുവേദന മാറിയിട്ടില്ല. സർക്കാരും പറയുന്നുണ്ട് 6 മാസം കിടന്നോളാം, ശമ്പളം കൊടുത്തോളാം, അവിടെ അങ്ങ് കിടന്നോളാം. നമുക്ക് കിട്ടുന്ന അവസരമില്ല. നമ്മളെന്ത് ചെയ്യും? എഴുന്നേക്കത്തയില്ല, ഒറ്റ കിടപ്പ. കുഴപ്പമെന്താ? എന്നരാണ് ഈ അമ്മ പ്രസവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞില്ല, ഈജിപ്തിൽ പോവാന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോവാന്നല്ല, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്ര, ആവശ്യം കണ്ടറിഞ്ഞ് ഇടപെടുക എന്ന് പറഞ്ഞു. അവിടെയാണ് മറിയം സാമർഥ്യമുള്ള ഒരു പ്രതിഭയായിട്ടും രൂപപ്പെട്ടു വരുന്നത്. ക്രൂശിന്റെ ചോട്ട് നിൽക്കുക, അവിടെ നിന്ന് ഓടിയൊന്നും പോകുന്നില്ല. കാരണം എന്താ? ഈ ലോകത്തിന്റെ പാപത്തെ ഏറ്റെടുക്കണമെങ്കിൽ മകൻ ആ കരുത്ത് ഉണ്ട്. പക്ഷെ ആ കരുത്തിന് പ്രചോദനം കൊടുക്കണമെങ്കിൽ എൻ്റെ കണ്ണുനീരും അതിന് ആവശ്യമാണ്, എൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രതിസന്ധിയുടെ പോകുമ്പോണ്ടല്ലോ, അമ്മമാര് കൊടുക്കുന്നൊരു ബലമുണ്ട്. അമ്മമാര് കൊടുക്കുന്ന ബലം, അതാണ് ഏറ്റവും വലിയ കരുത്തെന്ന് പറഞ്ഞാൽ. കാരിരുമ്പിനെക്കാട്ടി കരുത്താണ് നീ. ഏതാ കാര്യം അതാണ്. അതുകൊണ്ട് ആ ഒരു തലം ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയണം. 4-ാമത് ശലോമോൻ സ്ത്രീയെ പറ്റി പറയുന്ന ചിന്ത ഇതാണ്: ഷീ ഈസ് ഫ്രൂട്ട്ഫുൾ. ഷീ ഈസ് ഫ്രൂട്ട്ഫുൾ. സദൃശവാക്യങ്ങൾ 31:31. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതുക്കൽ അവളെ പ്രശംസിക്കട്ടെ. അവളുടെ സ്വന്തം പ്രവൃത്തി അവളെ പട്ടണവാതുക്കൽ പ്രശംസിക്കട്ടെ. സ്ത്രീയുടെ കഴിവിനെ പറ്റി പറയുന്നത് ഇൻഫിനിറ്റ് എന്നാ. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിര് നിശ്ചയിക്കാൻ പറ്റാത്തത് ഒരു സ്ത്രീയുടെ കഴിവെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാ ഇന്ത്യൻ ഫിലോസഫി ഒരു നല്ല മെറ്റഫർ സ്ത്രീയെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു മെറ്റഫർ ഏതാണെന്നറിയാമോ? ദുർഗ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ദുർഗ ഉണ്ടോ? ഉണ്ട്. ദുർഗയുടെ രൂപം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ദുർഗയ്ക്ക് എത്ര കൈയുണ്ട്? ദുർഗയ്ക്ക് എത്ര കൈയുണ്ട്? എന്തായാലും ടീച്ചറെ ആണ്ടുതോറും പരീക്ഷ നടത്തുകൊണ്ട് ഒരു വലിയ ഉപകാരമുണ്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരവുണ്ട്. എന്ത് ചോദ്യം ചോദിച്ചാലും എന്തുണ്ട്? ഡാഷൊക്കെ ഇട്ടാൽ കൊടുത്താൽ മതി, പൂരിപ്പിച്ചോളും. എത്ര ഉണ്ട്? 10 കൈയുണ്ട്. ആർക്ക്? ഇതെന്തറിയോ? ഒരു സ്ത്രീയുടെ ഇൻഫിനിറ്റ് കഴിവിനെ കുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റഫറാണ് എന്തെന്ന് പറയുന്നത്. 10 കൈകളാണ് ആർക്കുള്ളത്? ദുർഗയ്ക്ക് ഉള്ളത് 10 കൈകൾ. അപ്പൊ അവിടെ നമ്മൾ നോക്കണം. അത് വേണ്ടിയാണ് ദുർഗ എന്ന് പറയുന്ന ഒരു മെറ്റഫർ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇത്രയും കഴിവുണ്ടെങ്കിലും, ഇത്രയും കഴിവുകളുടെ വിളനിലമാണ് ഒരു സ്ത്രീ എങ്കിലും, നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, വീടിനുള്ളിൽ ഏറ്റവും അധികം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന ആരാ? സ്ത്രീ. അപ്പൊ റിസൾട്ട് വന്നു, ചക്കന് മാർക്ക് കുറഞ്ഞു, എന്തായിരിക്കും പറയുന്നത്? തള്ളയുടെ കുഴപ്പ. ആടാണോ? നിലയ്ക്കൽ ഭാഷയിൽ തന്നെ പറയുക, എന്തിന്റെ കുഴപ്പ? തള്ളയുടെ കുഴപ്പമാ അല്ലേ? കാരണം എന്താ? നീ ശ്രദ്ധിക്കാത്തോണ്ടാടി, നീ നോക്കാത്തോണ്ടാടി. അന്നേരം ഈ പുരുഷന്റെ അപ്പന്റെ ഭാഗം മാറും. അപ്പം പറയുന്നത് എന്താണ്? നിന്റെ ഉത്തരവാദിത്വം ഈ ചെക്കന്റെ മാർക്ക് കുറഞ്ഞതിന് കാരണം. നമുക്കറിയാം, ഒരു മനുഷ്യന് എത്ര ക്രോമോസോമുണ്ട്? വേറെ ജീവികളുടെ ഒന്നും പറയല്ലേ. പോത്തിന്റെ ആനയുടെ ഒന്നും പറയരുത് കേട്ടോ. എത്ര ഉണ്ട്? എത്ര ക്രോമോസോം ഉണ്ട് ഒരു മനുഷ്യൻ എത്ര ക്രോമോസോമാ ഉള്ളത്? 23 ജോഡി. എത്ര? 46 ക്രോമോസോമാണ് ഉള്ളത്. അത് 23 ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ? അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. 23 ആരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയത്?
അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അപ്പം എത്ര ഉണ്ട്? 46. അപ്പം ഈ ചെക്കന് മുട്ട മാർക്ക് കിട്ടിയാൽ പകുതി മുട്ട ആരുടെയാ? അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്വം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് വീട്ടിൽ പോയി ക്രോമോസോമിന്റെ പേര് പറഞ്ഞ് അടിയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് തന്നേ ഉള്ളൂ, ക്രോമോസോമിന്റെ എണ്ണമൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി മുതൽ അടുത്ത പ്രാവശ്യം മുതൽ ഇവിടുത്തെ ഭദ്രാസന ക്യാമ്പിനൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. പോയി കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം പഴി കേൾക്കുന്നത് വീട്ടിനുള്ളിൽ ആരാണ്? സ്ത്രീയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഒരു സ്ത്രീ, ഒരമ്മ വീടിന്റെ രുചിയാണ്, അല്ലേ? ഒരമ്മ വീടിന്റെ രുചിയാണ്. കാരണം ഒരമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വീടിന്റെ എന്ത് കെട്ടുപോവുക? രുചി കെട്ടുപോവുക. അപ്പന്റെ ചായയുടെ കടുപ്പ് അറിയാവുന്നേ അമ്മയ്ക്ക്. മകന് ചായ വേണോ പാല് വേണോ ആർക്കറിയാവുന്നേ? ഒരു വീട്ടിൽ തന്നെ രാവിലെ എത്ര ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സ്ത്രീകളാണെന്ന് അറിയാം, അല്ലേ? ഞാൻ ഇവിടെ തന്നെ വന്നിരിപ്പുണ്ട്. ഇന്ന് രാവിലെ എത്ര ബ്രേക്ക്ഫാസ്റ്റ്. മക്കൾക്ക് ബ്രെഡ് സാൻഡ്വിച്ച് മതി, രാവിലെ സാൻഡ്വിച്ച്. അപ്പന് പുട്ട് മതി, പുട്ട്. വേറൊരാൾക്ക് ദോശ മതി, ദോശ. എത്ര! ആ വീടിന്റെ രുചി അറിയുന്ന ആരാ? രുചിയും രുചികേടും അറിയുന്നത് അമ്മയാണ്. ഒരു വീടിന്റെ നിറം ആരാണ്? അമ്മയാണ്. ഒരു വീടിന്റെ വിശ്വാസം ആരാ? അമ്മയാണ്. അമ്മ ഇടുന്ന പായിലാണ് സഭയുടെ വിശ്വാസം ഉത്ഭവിക്കുന്നത്. അമ്മ വീടിനകത്തിരുന്ന പായിലാണ്. അതുകൊണ്ടാ നീറോയുടെയും കുസന്തീനോസിന്റെയും ഡയക്ലീഷ്യന്റെയും ഡൊമീഷ്യന്റെയും ട്രോജന്റെയും മാർക്കസ് ഒറേലിയസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ സഭയുടെ വിശ്വാസം വളർന്നത് എവിടുന്നാണ്? അമ്മമാര് പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിന്ന. അല്ലാതെ അരമനയിലും അല്ല, ഭദ്രാസനത്തിലും അല്ല, ഒന്നിലുമല്ല. അതുകൊണ്ട് ഈ സഭയുടെ വിശ്വാസം ജീവിക്കേണ്ട ആരിലൂടെയാ? അമ്മയിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ വലിഞ്ഞു മുറുകിയിരിക്കുക കേട്ടോ. ഞാൻ ഏതാണ്ട് 10-25,000 രൂപ വാങ്ങിച്ചിട്ട് തരാനുള്ളത് പോലെ നിങ്ങൾക്കൊക്കെ ഇത് തുറന്ന് ചിരിച്ചൂടെ? ഒന്ന് വളരെ പ്രസാദാത്മകമായിട്ട് ഇരുന്നൂടെ? എന്തിനാ ഈ പ്രസാദാത്മകമായിട്ട് ഇരിക്കുന്നതെന്നറിയാവോ? എഴുത്തുകാരനായിട്ട് പൗലോ കൊയ്ലോ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് കേട്ടോ. ഫിഫ്ത്ത് മൗണ്ടെയിനും ആൽക്കമിസ്റ്റും ഒക്കെ എഴുതിയ പൗലോ കൊയ്ലോ. അദ്ദേഹത്തിൻ്റെ ദ ഫ്ലോയിങ് റിവർ എന്ന് പറയുന്ന ഒരു മനോഹരമായ ലേഖന പരമ്പരയൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം കുറിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടനുഭവമുണ്ട്. അയാളുടെ ദേശത്ത് ഒരു അമ്മയുണ്ട്. അമ്മയുടെ പേരെന്നറിയോ? നോമ. എന്താ? നോമ. ഈ നോമ എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള ഒരു വൃദ്ധയായ സ്ത്രീയാണ്. പക്ഷെ അവരുടെ മുഖത്ത് എപ്പോഴും ഒക്കെ സന്തോഷം, എപ്പോഴും ഹാപ്പി. എപ്പോഴും ഒരു സെലിബ്രേറ്റി മൂഡിലാണ് അവരെപ്പോഴും നിൽക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ എന്ത് വരും? ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയാലോ. അപ്പൊ ഈ പൗലോ കൊയ്ലോ ഒരു ദിവസം ചോദിച്ചു, അമ്മയ്ക്ക് ഇത്ര വയസ്സുണ്ട്, അമ്മയുടെ ഇത്ര സന്തോഷത്തിന്റെ കാര്യം എന്തുവാ? പറഞ്ഞു, എൻ്റെ കയ്യിലൊരു കലണ്ടറുണ്ട്, ഈ കലണ്ടറാണ് എൻ്റെ സന്തോഷം. അപ്പൊ ഇദ്ദേഹത്തിന് കൗതുകമായി, എനിക്കൊന്ന് കാണാൻ തരുമോ? അതിനെന്താ മോനെ, വന്നിട്ട് സന്തോഷത്തോടെ കൈപിടിച്ച് രണ്ടുപേരെ പോവുക. നോക്കുമ്പോണ്ട് ഒരു കുന്നിന്റെ മുകളിലുള്ള കുഞ്ഞ് കുടിലാണ് ആരുടെ വീട്? ഈ അമ്മയുടെ വീട്. അവിടെ ചെന്ന് കുനിഞ്ഞ് വേണം അകത്ത് കയറാൻ. അകത്ത് കയറി കഴിഞ്ഞിട്ട് എന്തെടുത്തോണ്ട് വന്നെന്നറിയാമോ? അകത്ത് പോയി എടുത്തോണ്ട് ഒരു പൊടിയാറായ പഴയ കലണ്ടർ എടുത്ത് ആര് കൊണ്ടുവന്നു? അമ്മ കൊണ്ടുവന്നു. ഒരു പഴയ കലണ്ടർ എടുത്തോണ്ട് ആര് വന്നു? ഈ അമ്മ വന്നു. നോക്കുമ്പോൾ അതിനകത്തെല്ലാം കുത്തിക്കുറിച്ച് വെച്ചിരിക്കുക. നമുക്കറിയാം, നമ്മൾ പണ്ട് കലണ്ടറിനകത്ത് എന്താ കുറിച്ച് വെക്കുന്നത്? പാലിന്റെ കണക്കാണ്. നമ്മുടെ കലണ്ടർ നോക്കിയാൽ ഉറക്കം പോത്തേ ഉള്ളൂ. കാരണം എന്താ അറിയോ? കിട്ടാനുള്ളതിനെ കുറിച്ചേ ഉള്ളൂ, അല്ലേ? നമ്മുടെ കലണ്ടർ കിട്ടാനുള്ളതിനെ കുറിച്ച്. അതുകൊണ്ട് ഈ കലണ്ടർ നോക്കുമ്പോൾ നമുക്ക് എന്ത് വരത്തില്ല? ഉറക്കം. അപ്പൊ ഈ പാലിന്റെ കണക്കല്ലേ ഇതിനകത്താ കുറിച്ച് വെച്ചേക്കുന്നേ? കേരളം കണി കണ്ടുണരുന്ന നന്മ. എന്താണ് ഇതങ്ങനെ കുറിച്ച് വെച്ചിരിക്കുക. പക്ഷെ നോമയുടെ കലണ്ടറിൽ ഒത്തിരി കുറിപ്പുണ്ട്. അപ്പൊ പൗലോ കൊയ്ലോ ചോദിച്ചു, എന്തോ കുറിപ്പാ ഇത്? എന്താ അറിയോ? ഓരോ ദിവസവും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചിലപ്പോൾ അയൽക്കാരൻ്റെ ബർത്ത്ഡേ ആയിരിക്കും, അല്ലെ വേറൊരു കാര്യമായിരിക്കും. സന്തോഷിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് എന്ത് കുറിച്ച് വെച്ചിരുന്നത്? അമ്മ ആ കലണ്ടറിൽ കുറിച്ച് വെച്ചിരുന്നത്. സന്തോഷിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ആ കലണ്ടറിൽ കുറിച്ച് വെച്ചിരുന്നത്. സന്തോഷിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് എന്തെഴുതി വെച്ചിരിക്കുന്നത്? അമ്മ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കൊയ്ലോയ്ക്കൊരു പാഠം മനസ്സിലായി. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് മസിൽ പിടിച്ച് മുഖവും വലിഞ്ഞു മുറുകി ജീവിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഈ ലോകത്ത് വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? സന്തോഷിക്കാനുള്ള അനുഭവങ്ങൾ കണ്ടെത്തി നമുക്ക് സന്തോഷിക്കാനായിട്ട്
കഴിയണം. അത് വലിയ ധനവാനൊന്നും ആവണമെന്നില്ല. തന്ന ആരോഗ്യത്തെ ഓർത്ത്, തന്ന സന്തോഷത്തെ ഓർത്ത്, മറ്റുള്ളവർക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് സന്തോഷിച്ച് ജീവിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ശലോമോൻ സ്ത്രീക്ക് കൊടുത്ത 4 വ്യാഖ്യാനങ്ങൾ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് മാറാതെ തന്നെ നിൽക്കുന്നത്. ഏത് മോൻ തന്നെയാണ്? ശലോമോൻ, സമാധാനമുള്ള മനുഷ്യൻ. എത്ര സ്ത്രീകളുമായി സഹവസിച്ച് ജീവിച്ചൊരു മനുഷ്യന് ജീവിതത്തിൽ ചില അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ട തലയിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അങ്ങനെ ഒരു തലം ജീവിതത്തിൽ രൂപപ്പെടുത്താൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ അഭിനന്ദ തിരുമേനിമാർ മീറ്റിങ്ങിനായിട്ട് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.